എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിക്ക് 2 ലക്ഷ്യങ്ങളുണ്ട്. ഒരു മാനുഷികമായ ലക്ഷ്യവും ഒരു ദൈവികമായ ലക്ഷ്യവും. ഉടമ്പടി ഒരു ലൈറ്റ് വെയ്റ്റായിട്ട് പെട്ടെന്ന് ഒരു എയർ ലിഫ്റ്റ് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു ഉപാധി എന്ന് പറയുന്നത്, അതിന് നമ്മൾ സൂത്രം, ടെക്നിക്ക് എന്ന് പറയുന്നത്, ഈ ദൈവ ഇഷ്ടം കൂടുതൽ പ്രാധാന്യം ഉണ്ടാകണം. ഇപ്പോൾ അച്ഛൻ ആദ്യം എന്താ പറഞ്ഞത്? ഉടമ്പടിക്ക് 2 ലക്ഷ്യങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, ഒരു മാനുഷിക ലക്ഷ്യം. ഇപ്പം നമ്മുടെ നിയോഗങ്ങളൊക്കെ മാനുഷിക ലക്ഷ്യങ്ങളുണ്ടല്ലോ, അല്ലേ? വീട് അത്യാവശ്യമല്ലേ, അതിന് ഓപ്ഷൻ ഇല്ലല്ലോ. വിവാഹം അത്യാവശ്യമാണ്, ഓപ്ഷനില്ല, തിരഞ്ഞെടുപ്പില്ല. ജോലി അത്യാവശ്യമാണ്, ഓപ്ഷനില്ല. അപ്പോൾ മറ്റു ഒരു ഉപാധി സമാന്തരമില്ലാത്ത വിഷയമാണ് നമ്മുടെ ഉടമ്പടിയിൽ. അതുപോലെ സമയബന്ധിതമായി നടക്കേണ്ട കാര്യങ്ങളാണ്. മറ്റു ബാധ്യതകളില്ല, മറ്റൊരു ഓപ്ഷനില്ല, മറ്റൊരു ചാൻസ് ഇല്ല, തിരഞ്ഞെടുപ്പില്ല. പക്ഷേ സമയവുമില്ല. മറ്റൊരു തിരഞ്ഞെടുപ്പുമില്ല, പക്ഷേ സമയവുമില്ല. ഇപ്പം ജപ്തിയൊക്കെ എന്ന് പറയുമ്പോൾ സമയബന്ധിതമാണല്ലോ. വിസയും അക്കാഡമിക് കോഴ്സുകളും എല്ലാം സമയബന്ധിതമാണ്. നമുക്ക് സമയം മുമ്പില്ല വേറെ. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഉടമ്പടിയുടെ പരിധി വരുന്നത്. അതാണ് അതിൻ്റെ മാനുഷികമായ ലക്ഷ്യമെന്ന് പറയണത്. ഇനി ഇതിന് തന്നെ മാനുഷിക ലക്ഷ്യം എന്ന് പറയുന്നത് മാനുഷികമായ നിയോഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വെക്കുന്ന പ്രാർത്ഥന ആവശ്യങ്ങൾ. ഇത് ലിഫ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ചില വിഷയങ്ങളിൽ നമ്മൾ നിയോഗത്തിൽ വെച്ചാൽ ലിഫ്റ്റ് ചെയ്യാൻ, അത് ദൈവത്തെ കൊണ്ട് അഡ്രസ്സ് ചെയ്യിക്കാൻ ചില നിയോഗങ്ങൾക്ക് കുറേ സമയമെടുക്കും. അതിൻ്റെ കാരണം അതിൽ ദൈവത്തിന് മാർജിനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. വളരെ തന്ത്രപരമായിട്ട് വേണം ഉടമ്പടി ചെയ്യാൻ. അല്ല ഓടി വന്ന് വല്ലതൊക്കെ എഴുതിയിട്ട് കഴിഞ്ഞാൽ യൂദാസ് പുന്നാൻ്റെ പെട്ടി കൊണ്ടുപോയി എഴുതിയിടുന്ന പോലെ ഇരിക്കും. അതിൻ്റെ അകത്ത് ഇത് ഉടമ്പടി വളരെ സത്യസന്ധമായ ഒരു അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റീസ് പഠിക്കണം. അതിൻ്റെ അകത്ത് നമ്മൾ ഓരോ നിയോഗം വെക്കുമ്പോൾ അതിൻ്റെ മാർജിൻ എന്താണെന്ന് നോക്കണം. എല്ലാ ബിസിനസ്സിനും അതിൻ്റെ മാർജിനില്ലേ? അല്ലെ പിന്നെ ആരാണ് ബിസിനസ് ചെയ്യാൻ പോണത്? അതുപോലെ തന്നെ ഇതിനും ദൈവമായിട്ടൊരു ബിസിനസ് അല്ലെങ്കിൽ ഇതൊരു ആധ്യാത്മിക വിനിമയമാണല്ലോ. ഈ വിനിമയത്തിൽ മാർജിൻ എന്താണ്? ദൈവത്തിന് അതിൻ്റെ അകത്തുള്ള ലാഭം എന്താണ്? ആ ദൈവത്തിന് അതുകൊണ്ട് എന്താ പ്രയോജനം? അത് വളരെ തന്ത്രപരമായിട്ട് നമ്മൾ ധ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഈ ദൈവത്തിൻ്റെ പ്രയോജനങ്ങളെ ഇനി മനുഷ്യന്മാരുടെ ആധ്യാത്മിക നിലവാരം അനുസരിച്ചുകൊണ്ട് ഡിസേൺമെൻറ്റ് ചെയ്യാൻ ചിലർക്ക് ഇത്തിരി സമയം മതി, ചിലർക്ക് ഒത്തിരി സമയം വേണം. അതായത് നമ്മളൊരു വിഷയം ഉടമ്പടി വെച്ചു. ആ ഉടമ്പടി വെക്കുന്ന വിഷയം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. നമുക്കതിന് വേറെ ഒരു ഓപ്ഷൻ അതിനകത്ത് ഇല്ലതാനും. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇതിൽ എന്താണ് ദൈവത്തിന് ഇതിൻ്റെ അകത്തുള്ള പ്രയോജനം? അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതിൻ്റെ അകത്ത് എന്താണ്? അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ ഒരു ഗ്യാരണ്ടി ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് ഓഫ് ഗോഡ് ഇൻ ദ കവനൻറ്റ്, ആ ഇൻറ്റൻഷൻസ് നിങ്ങൾ ഗ്യാരണ്ടി ചെയ്യണം. ആദ്യം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലക്ഷക്കണക്കിന് സാക്ഷ്യങ്ങളെ ഞാൻ അനലൈസ് ചെയ്യും. എത്ര വർഷമായി ഉടമ്പടി അമ്മ 2016 തന്നത്. ഈ കൃപാസനം എന്ന് പറഞ്ഞ സംവിധാനം ഉള്ളത് 89 അന്ന് മുതൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിക്കുകയും കൗൺസിൽ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്കിതിൻ്റെ ഞാനെല്ലാം നിശ്ചിതമായി നിരീക്ഷിക്കുന്ന ഒരാളാണ്.
അപ്പോൾ ഏതാണ് പെട്ടെന്ന് ക്രാക്കാകണത്, പെട്ടെന്ന് ഫയർ ആകണമെന്നൊക്കെ എനിക്ക് ഏറെക്കുറെ ഒരു ഐഡിയ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറയണത്, ഈ സ്പീഡ് ബൗണ്ട് ആകണമെങ്കിൽ, ഉടമ്പടി സ്പീഡ് ബൗണ്ട് ആകണമെങ്കിൽ അതിൻ്റെ അകത്ത് ആ വിനിമയത്തിലുള്ള ദൈവത്തിൻ്റെ ഇൻട്രസ്റ്റുകൾ അത് നമ്മൾ ഗ്യാരണ്ടി ചെയ്യണം. ദൈവത്തിൻ്റെ താല്പര്യം എന്ന് വെച്ചാൽ ആ ഒരു വിനിമയം നടന്നാൽ, ഇപ്പം നിനക്ക് കുട്ടി ഉണ്ടായി, ദൈവത്തിന് എന്താ പ്രയോജനം? നീ കൊച്ചിനെ മുടത്തി ഞായറാഴ്ച കുർബാനയും മുടക്കി നടക്കും, ദൈവത്തിന് നഷ്ടമാണ് വരാൻ പോണത്. മനസ്സിലായില്ലേ? നിനക്കിപ്പോൾ 7 കൊല്ലം, ഇപ്പം കൃപാസനത്തിൻ്റെ ഉടമ്പടിയുടെ വിഷയം എന്താണ്? കൃപാസനത്തിൻ്റെ എത്രയെത്ര പ്രാർത്ഥനകൾക്ക് ശേഷമാണ് ദൈവം ഉടമ്പടി തന്നിരിക്കുന്നത്. ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് കടലോര കൺവെൻഷനാണ്. കടലിൽ കൺവെൻഷൻ നടത്തിക്കൊണ്ടിടക്കിയിരുന്നു 90 വരെ. 90 തൊട്ട് 2000 വരെ കടലിലായിരുന്നു കൺവെൻഷൻ നടത്തിയത്. വള്ളക്കാരെല്ലാം വിളിച്ചുകൂട്ടി, ബോട്ടുകാരെല്ലാം വിളിച്ചുകൂട്ടി, എല്ലാ ബോട്ടിലും ഞാൻ കടലിൽ കൂടി വള്ളത്തെ പോയിട്ട് ഓരോ ബോട്ടിലും കയറി ഇറങ്ങി വെഞ്ചരിക്കുകയും ചെയ്യും. അവിടെയുള്ള കത്തോലിക്കരെ കുമ്പസാരിപ്പിക്കുകയും ചെയ്യും. അതാണ് അന്ന് ഈശോ പറഞ്ഞ കാര്യങ്ങൾ. 2000 ആയപ്പോൾ എൻ്റെ ശുശ്രൂഷ അവിടെ കഴിഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് കടലിൽ നിന്ന് പോരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ശുശ്രൂഷ ഇവിടെ സ്ഥലം കാണിച്ചു തന്നു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നൊരു കാറ്റാടി കമ്പ് കുഴിച്ചിട്ട് 8 കാറ്റാടി കമ്പ് അവിടെ കുഴിച്ചിട്ട് ഒരു ടർപ്പുള്ളി വലിച്ചു കിട്ടി തുടങ്ങിയ പരിപാടിയാണിത്. അത് 2000 ഞങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് അമ്മ പറഞ്ഞത് ഒന്നും ചെയ്യേണ്ട, ശുശ്രൂഷ ഒന്നും വേണ്ട, മാക്സിമം ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പറഞ്ഞു, മാക്സിമം. അപ്പോൾ എന്താ ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്യുമ്പോൾ അടിമോസ്റ്റാണ് ചെയ്യണത്. അല്ലാതെ അപ്പോഴുടനെ എനിക്കൊരാളെ ഒപ്പിച്ചു തന്നത്. ഞാൻ ശാന്തംപാറയിൽ ധ്യാനിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു പ്രായമുള്ള ആൾ, അപ്പോൾ ശാന്തംപാറയിൽ ധ്യാനം ഞാൻ എപ്പോഴും ഇടയ്ക്കൊക്കെ പറയണതാണ്, ഇടുക്കിയിൽ 3-5 ദിവസം ധ്യാനമാണ്. അപ്പോൾ വെളുപ്പാങ്കാലത്തൊക്കെ ആൾക്കാർ മലയിറങ്ങി വരുന്നത് എനിക്ക് പുതിയ കാഴ്ചയായിരുന്നു അതൊക്കെ. അപ്പോൾ ഒരു ചേച്ചി അതിനടുത്ത് പറഞ്ഞ്, എൻ്റെ അച്ഛ ഞങ്ങളിവിടുന്ന് കൊത്തിക്കൊണ്ട് പറക്കാനും പറ്റത്തില്ല, തിന്നാനും പറ്റാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഞാനും എൻ്റെ 3 പെൺകുഞ്ഞുങ്ങളും ഉണ്ട്. ഞാൻ മലമുകളിലാണ് വീട്, ഞങ്ങൾക്ക് അവിടെ വെള്ളം ഇപ്പം കിട്ടണില്ല. അതൊരു ഡിസംബർ ആകുമ്പോൾ വെള്ളം പറ്റും, പിന്നെ മാർച്ച്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആകുമ്പോൾ ഈ 4 മാസം മഴ പെയ്യണവരെ, ജൂണിൽ മഴ പെയ്യണവരെ 5 മാസത്തോളം ഇവർക്ക് ഇറങ്ങി വരണം. 200-250 മീറ്റർ മല ഇറങ്ങി വരണം. അത് അടുത്ത താഴെ അവരുടെ വീടിൻ്റെ 250 ആ മലയുടെ താഴെ ഒരു വീട്ടിൽ വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം കോരിക്കൊണ്ട് പിന്നെ മുകളിലോട്ട് കയറണം. പെൺപിള്ളേരാണെങ്കിലൊക്കെ ഒരു 10-16 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ പെൺപിള്ളേരെ ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല വെള്ളം കോരാൻ വേണ്ടി. അതുകൊണ്ട് ചേച്ചി തന്നെ പോകണം. ചേച്ചി ഒരു നടുവൊടിഞ്ഞ് വെള്ളം കോരി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ. അപ്പോൾ എന്നിട്ട് പറഞ്ഞ് എന്ത് ചെയ്ത് ആൾക്കാരിപ്പോൾ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളമില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് കാരണം ഇത് വിറ്റിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ആരും ഇത് വാങ്ങിക്കത്തില്ല. ഇവിടെ താമസിക്കാമെന്ന് വിചാരിച്ചാൽ ഈ പെൺപിള്ളേരെ കെട്ടാൻ ആരും വരത്തുമില്ല. അത് നിസ്സാര കാര്യമില്ല. നിങ്ങൾക്ക് കേട്ടിട്ടൊന്നും തോന്നണില്ലല്ലേ? എനിക്ക് അന്ന് ശരിക്കും ഫീൽ ചെയ്തായിരുന്നു. എൻ്റെ ഒരു വിജയം തന്നെ, കർത്താവ് എൻ്റെ ശുശ്രൂഷ, നമ്മുടെ ശുശ്രൂഷയുടെ ഒരു വിജയം തന്നെ ആൾക്കാരുടെ വിഷയം കേൾക്കുമ്പോൾ നമുക്കും സങ്കടം വരും. അതാണ് വിഷയം. എന്ത് പറഞ്ഞാലും എനിക്കെൻ്റെ ഗ്രാവിറ്റി പെട്ടെന്ന് പിടികിട്ടും. അവരെന്തുമാത്രം അതിൻ്റെ അകത്ത് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകും. ഞാൻ അപ്പം തന്നെ ഈ എന്തെല്ലാം മാർഗം ദൈവത്തിരുസന്നിധിയിൽ ഈ വ്യക്തിയുടെ കണ്ണീർ തുടക്കാൻ ചെയ്യാൻ പറ്റും, അതൊക്കെ ചെയ്യാനും ദൈവത്തിരുസന്നിധി നിൽക്കും. മറ്റുള്ളവരുടെ എപ്പോഴും വിഷയം എന്താ വെച്ചാൽ, ഈ ഉടമ്പടിയൊക്കെ പെട്ടെന്ന് ഫയറാകാനെല്ലാം നല്ലത് വേറെ ഒരാളെ, ദൈവത്തിന് മാത്രം കക്ഷി ചേർക്കരുത്. അതിൻ്റെ അകത്ത് വേറെ ഒരാളെ കൂടി, വേറെ കുറേ ആൾക്കാരെ കൂടി അതിൻ്റെ അകത്ത് കക്ഷി ചേർക്കണം. അപ്പോഴാണ് ഈ ഉടമ്പടി ലിഫ്റ്റാകണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് എൻ്റെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ. സ്വർഗസ്ഥനായ പിതാവേ, സ്വർഗസ്ഥനായ, അതാണ് പ്രശ്നം. അപ്പം മറ്റുള്ളവരെ കൂടി കക്ഷി ചേർക്കാതെ ഈ പ്രാർത്ഥന ലിഫ്റ്റാകത്തില്ല. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ലൂക്കാ 9:23. ലൂക്കാ 9:23. ആരെങ്കിലും
ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പൊ ഇതിനകത്ത് വിഷയം വെച്ചാൽ ക്രിസ്തുവിനെ ഒരു വിഷയത്തിൽ കക്ഷി ചേർക്കണമെന്ന് വിചാരിച്ചോ? ഇപ്പം നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ ആ വണ്ടി പുള്ളി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷയത്തിൽ ക്രിസ്തുവിനെ കക്ഷി ചേർക്കണം. അപ്പം ക്രിസ്തുവിനെ കക്ഷി ചേർക്കണമെങ്കിൽ ആദ്യം ഒന്ന് യേശു ക്രിസ്തു ആണെന്ന് അറിയണം. ഈ ക്രിസ്തു എന്ന് പറഞ്ഞ ഈ യാഥാർത്ഥ്യത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറായ കമാൻഡോ ഓപ്പറേഷനാണ് നടക്കുന്നത്. അതിനുള്ള കമാൻഡോസിനെ തിരഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒന്നാമനാണ് ഈ പത്രോസിനോട് ചോദിക്കും, ഹു ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്കറിയണമല്ലോ ഇയാൾ ആരാണെന്ന്. മറ്റുള്ളവരെന്ത് പറയണമെന്ന് പ്രശ്നമല്ല. മറ്റുള്ളവരങ്ങനെ പറയലും പറയും. ക്രിസ്തു റെവല്യൂഷണറിയാണ്, മതാചാര്യനാണ്, അങ്ങനെ എന്തും വേണമെങ്കിൽ പറയാം. സാമൂഹ്യ പ്രവർത്തകനാണ്, അധ്യാപകനാണ്, ഗുരുവാണ്, ആനകൂന എന്നൊക്കെ പറയാം. ഒരു കഥയുമില്ല. ബേസിക്കായിട്ട് വാട്ട് ഈസ് ക്രിസ്തു? ഹും ഡു യു സേ ദാറ്റ് ഐ ആം? മറ്റുള്ളവർ പുസ്തകം വായിച്ചവരും കേട്ട് പറഞ്ഞവരുമല്ല, എൻ്റെ കൂടെ നടന്നിട്ടുള്ളവർ നിങ്ങൾ എന്താ പറയണത്? അതാണ് ഫോളോ മീ എന്ന് പറയണത്. അത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല നിങ്ങൾ. അപ്പം നിങ്ങൾ എന്നെ അനുഗമിക്കുന്ന നിങ്ങൾ എന്താണ് പറയണത്? അപ്പോൾ പത്രോസ് പറയണത്, പത്രോസിനത് വെളിപാടായിട്ടാണ് കിട്ടണത്. എന്താ പറയണത്? പത്രോസ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അറിയാം, കുറച്ച് കാര്യങ്ങൾ അറിയത്തില്ല. ക്രിസ്തു സംഭവങ്ങളിൽ എപ്പോഴും വരണ വിഷയം, എപ്പോഴും നിങ്ങൾ ക്രിസ്തുവിനെ എന്നെ മുഴുവനായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ക്രിസ്തുവിനെ അറിയാം, പക്ഷെ കുറച്ച് കാര്യങ്ങൾ അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു എപ്പോഴും ഒരു പഠന വിഷയമായി, അന്വേഷണ വിഷയമായി മാറണത്. പത്രോസ് പറയും, പത്രോസ് എന്താ പറയണത്? നീ ക്രിസ്തുവാണ് എന്ന് എനിക്ക് ആന്തരികമായ ബോധ്യമുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ ലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരമാകാൻ വേണ്ടി ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട് മുദ്ര വെച്ച് അംഗീകാര മുദ്രയുള്ള ബലിവസ്തുവാണ് നീ. ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. പക്ഷെ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യന് പറ്റത്തില്ലല്ലോ. കാര്യം ദൈവത്തോടല്ലേ ചെയ്തത്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം എന്താണ്? ക്രിസ്തു എന്തുകൊണ്ട് മനുഷ്യരാകേണ്ട അവസ്ഥ വന്നു? കാര്യം മനുഷ്യനോട് ചെയ്ത പാപത്താണ് നമുക്ക് പരിഹരിക്കാം. ഇപ്പം കോടതിയൊക്കെ പരിഹരിച്ചില്ലേ? വണ്ടി ഇടിച്ച് മരിച്ചു കഴിഞ്ഞാൽ ശരി, അവന് എത്ര വയസ്സുണ്ട്, അവൻ്റെ പ്രൊഫഷൻ എന്താണ്, അവന് എത്ര മക്കളുണ്ട്, അവൻ്റെ പ്രായം എന്താണെന്നൊക്കെ നോക്കിയിട്ട് ജഡ്ജി പറയും ശരി എന്നാൽ 5 ലക്ഷം രൂപ കൊടുക്ക്, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ കൊടുക്കാൻ പറയും. മനുഷ്യനോട് ചെയ്ത അപരാധത്തിന് കോടതി പരിഹാരമുണ്ട്. പക്ഷേ ഇത് പരിഹാരം അതല്ല. ദൈവം തന്ന കൽപ്പനകൾക്ക് എതിരെ ഒരാൾ പ്രവർത്തിച്ചാൽ അത് ദൈവത്തോട് തന്നെ ചെയ്യണതാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരാകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോട് ചെയ്ത് തെറ്റാവും. അപ്പോൾ മനുഷ്യനത് പരിഹരിക്കാൻ പറ്റത്തില്ല. മനുഷ്യന് പരിഹരിക്കാൻ പറ്റാ പിന്നെ ആരെങ്കിലും ഇത് പരിഹരിക്കണമല്ലോ. അതിനാണ് പരിഹാരമായിട്ടാണ് ക്രിസ്തു വരണത്. ആര്? ദൈവം തന്നെ മനുഷ്യപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് അവൻ ആകൃതിയിൽ മനുഷ്യനെപ്പോലെയായി ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമില്ലാതെ അവൻ മനുഷ്യനായി മരണത്തോളവും കുരിശ് മരണത്തോളവും തന്നെ തന്നെ താഴ്ത്തി. ആണ് കുരിശ് മരണത്തോളവും പരിഹാരമായി. അപ്പോൾ മനുഷ്യൻ ചെയ്ത പാപത്തിന് ദൈവം തന്നെ മനുഷ്യപ്പെടുത്തി പരിഹാരം ചെയ്ത റിട്ടാലിയേഷനായി അവിടെ വെച്ച്. ഇനി ക്രിസ്തു എനിക്ക് വേണ്ടി കൂടിയാണ് പരിഹാരം ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ്, അതാണ് വിശ്വാസം എന്ന് പറയണത്. അല്ല എന്തെങ്കിലും വിശ്വാസമല്ല. അമേരിക്ക അവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അമേരിക്ക അവിടെ ഉണ്ടെന്ന്. അതുപോലെയുള്ള ക്രിസ്തുവിനെ ഞാൻ കണ്ടിട്ടില്ല എന്നെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസം അല്ല നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു എനിക്ക് പകരക്കാരനായി പരിഹാരം ചെയ്തു. അവൻ്റെ പരിഹാരത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ആ പരിഹാരത്തിൽ ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാപങ്ങൾ ആ വിശ്വാസം കൊണ്ട് തന്നെ പരിഹരിക്കപ്പെടുന്നു. കൈയടിക്കട്ടെ, ശ്രുതികട്ടെ. എൻ്റെ മക്കളെ കൈ രണ്ടും നെഞ്ചത്ത് വെച്ചേ.
കണ്ണടച്ച് ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിച്ച അച്ഛനോട് ചേർന്ന് കർത്താവേ, ക്രിസ്തു എന്ന മഹാരഹസ്യം അഭിഷേകമായി മനസ്സിലാക്കുവാൻ എന്റെ ഹൃദയത്തെ എന്റെ അധരങ്ങളെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ആത്മാവേ അങ്ങയുടെ ഉത്ഥാനത്തിന്റെ ഫലമായ ആത്മാവേ നിറയണമേ, വീണ്ടും നിറയണമേ. വിശ്വാസത്തിന്റെ മഹാരഹസ്യങ്ങളെ എനിക്ക് മനസ്സിലാക്കി തരണമേ. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, നാമത്തെ പ്രഖ്യാപിക്കാൻ അഭിഷേകം ലോകത്തിന്റെ അതിർത്തികൾ വരെ നിന്റെ നാമത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. മത്തായിയുടെ സുവിശേഷം 16:24. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ.